നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസായ AKG സെന്ററിന് നേരെ പടക്കമെറിഞ്ഞ സംഭവം കേരളത്തെ നടുക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു. ആരാണ് ഇതിന് പിന്നിലെന്നും എന്തുകൊണ്ട് പ്രതിയെ വളരെ വേഗത്തിൽ പോലീസിന് പിടിക്കാൻ സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ വന്ന് നേരത്തെ കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ സംഭവം വീണ്ടും മാധ്യമ ശ്രദ്ധ നേടുകയാണ്. AKG സെന്ററിന് നേർക്ക് പടക്കമെറിഞ്ഞ സംഭവത്തിൽ K. സുധാകരനും VD സതീശനും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും സമൻസ് എത്തിയിരിക്കുകയാണ്. പായിച്ചിറ നവാസിന്റെ പരാതിയിലാണ് കേസ്. കേസിലെ സാക്ഷികളാണ് K. സുധാകരനും VD സതീശനും. EP ജയരാജനും PK ശ്രീമതിക്കുമെതിരെ കേസെടുക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളിയ നടപടി ഒട്ടും തന്നെ ശരിയല്ല എന്നും അതുകൊണ്ട് വീണ്ടും പരിഗണിക്കണമെന്നും ജില്ലാ കോടതി നിർദ്ദേശം ഉന്നയിച്ചിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ഹർജി വീണ്ടും തീരുമാനത്തിലെടുത്തിരിക്കുന്നത്. 2 വർഷം മുൻപാണ് AKG സെന്ററിന് നേർക്ക് പടക്കമെറിഞ്ഞ ഈ സംഭവം ഉണ്ടായത്. AKG സെന്ററിന് നേർക്ക് രാത്രി സ്ഫോടക വസ്തു എറിയുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മാധ്യമ വാർത്തകൾ പുറത്തു വന്നത് രാത്രി ഏകദേശം 11:30 മുഖ്യ കവാടത്തിന് സമീപത്തുള്ള ഹാളിലെ ഗേറ്റിലൂടെ സ്ഫോടക വസ്തു അകത്തേക്ക് എറിയുകയായിരുന്നു. കുന്നുകുഴി ഭാഗത്തു നിന്നും ഒരു ഇരുചക്ര വാഹനത്തിലെത്തിയ വ്യക്തിയാണ് സ്ഫോടക വസ്തു എറിഞ്ഞത് എന്നാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാനായി കഴിഞ്ഞത്. പിന്നീട് പോലീസിന് ഇയാളെ പിടികൂടാനും സാധിച്ചു. ആറ്റിപ്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ജിതിനാണ് സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ അറസ്റ്റിലായത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ വനിതയടക്കം മറ്റുള്ളവരും കേസിലെ പ്രതികളായിരുന്നു. ജിതിനെ സഹായിച്ചത് നവ്യയാണ് എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ജിതിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സ്ത്രീയാണ് ഇയാളെ സഹായിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ജിതിനെ കൂടാതെ തന്നെ 2 പേർ കൂടി കുറ്റകൃത്യത്തിൽ പങ്കുള്ളതായും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമാക്കി. നവ്യ സംഭവ ദിവസം ജിതിൻ ഉപയോഗിച്ച ഡിയോ സ്കൂട്ടർ എത്തിച്ച് നൽകിയെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. കുന്നുകുഴി ഭാഗത്തേക്ക് ജിതിൻ കാറിലെത്തിയപ്പോൾ നവ്യ സ്കൂട്ടർ എത്തിച്ച് നൽകിയെന്നും പിന്നീട് കാറിൽ നവ്യയെ ഇരുത്തി ജിതിൻ സ്കൂട്ടറുമായി പോയി ആക്രമണം നടത്തി തിരികെ എത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിട്ടുള്ള സുഹൈൽ ഷാജഹാൻ, ആറ്റിപ്രയിലെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവായ T. നവ്യ എന്നിവരെയാണ് കേസിൽ അങ്ങനെ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തത്. AKG സെന്ററിന്റെ മുഖ്യ ഗേറ്റിൽ പോലീസ് കാവലുണ്ടായിരുന്നുവെങ്കിൽ പോലും ഹാളിന്റെ ഗേറ്റിന് സമീപത്ത് പോലീസിലായിരുന്നു. അങ്ങനെയാണ് 2022 ജൂൺ 30 രാത്രി 11:30 AKG സെന്ററിന് നേരെയുണ്ടായ ഈ പടക്കമേറ് വലിയ വിവാദമായത്. എന്നാൽ വൻ സ്ഫോടക ശബ്ദമാണെന്ന് കേട്ടതെന്നും ഇടതുമുന്നണി കൺവീനർ EP ജയരാജനും മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയും പ്രസ്താവന നടത്തിയിരുന്നു. അത് കലാപാഹ്വാനമാണെന്നും അതിനെതിരെ കേസെടുക്കണമെന്നുമുള്ള സ്വകാര്യ ഹർജിയാണ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയത്. ഇതിനെതിരെയാണ് കണിയാപുരം സ്വദേശിയായ നവാസ് ജില്ലാ കോടതിയെ സമീപിച്ചതും ഹർജി വീണ്ടും പരിഗണിച്ച് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ജില്ലാ കോടതി നിർദ്ദേശിച്ചത്. സാങ്കേതിക മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഹർജി തള്ളിയ നടപടി ഒട്ടും തന്നെ ശരിയല്ല എന്നുള്ള നിരീക്ഷണം കൂടി കോടതി പങ്കുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.